മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് വ്യാഴം 8ാം ഭാവത്തിലോട്ടാണ് മാറുന്നത്. അഷ്ടമത്തിലെ വ്യാഴസ്ഥിതി ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല എന്നാണ് പറയുക. രോഗാൻ എന്നാണ് അതിൻ്റെ ഇതായിരിക്കുന്ന ഫലം തന്നെ പൊതുവെ പറഞ്ഞിരിക്കുന്നത്. രോഗഹ എന്നുള്ള ശബ്ദം പലതരത്തിലും അസുഖത്തിനെ കൊണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ മനസ്വസ്ഥത കുറയ്ക്കുന്ന പല കാരണങ്ങളും ഈ സമയത്തിൽ വന്നു ചേരുമെന്നാണ് പൊതുവെ ഉള്ളതായിരിക്കുന്ന ഒരു ഫലം പറയുക. അതുമാത്രമല്ല അപകടങ്ങൾ അകാരണമായിരിക്കുന്ന രീതിയിലായിരിക്കുന്ന അപകടങ്ങളും അപകീർത്തികളും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സാധ്യതയും കൂടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതകളെല്ലാം തന്നെ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയും പറയും. സാമ്പത്തിക അത്ര കണ്ടൊരു മെച്ചം ഉള്ളതായിരിക്കുന്ന പിരീഡ് വ്യാഴം വരത്തില്ല. വ്യാഴൻ്റേതായിരിക്കുന്ന ഈ പ്രതികൂല സ്ഥിതി നിമിത്തം സാമ്പത്തികപരമായിരിക്കുന്ന പരാധീനതകളും വിഷമതകളും എല്ലാം തന്നെ വന്നു ചേരേണ്ട ഒരു സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായിട്ടും മാനസികമായിരിക്കുന്ന വിഷമങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന സന്ദർഭങ്ങളും അവസ്ഥകളും എല്ലാം തന്നെ വന്നു ചേരും. ബന്ധുജന വിയോഗം, മാനസികമായിരിക്കുന്ന പ്രയാസം, അതുപോലെ തന്നെ സംസാരം കൊണ്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വരിക, കലഹങ്ങൾ വർദ്ധിക്കുക, അങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം പൊതുവെ വന്നേക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് ഒരു പരിധിവരെ കുടുംബത്തിലെ ഈ ഒരു വിയോജിപ്പുകളെ കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിക്കും എന്നാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വ്യാഴന്റെ ഈ മാറ്റം 8ാം ഭാവത്തിലുള്ള സ്ഥിതി കുറച്ചൊരു ദോഷപ്രദമായതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിലെ യഥാവിധി അർച്ചന മുതലായുള്ള വഴിപാടുകളെല്ലാം തന്നെ ജന്മനക്ഷത്രം തോറും നടത്തി വരുന്നതും ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്.